പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീ, കെഡിസ്ക് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന UDF പരാതിയിലാണ് നടപടി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു. ഇപ്പോഴുണ്ടായ നടപടി എന്താണ്? കൃത്യമായ രീതിയിൽ തോമസ് ഐസക് ചട്ടം ലംഘിച്ചു എന്ന ഒരു പരാതിയാണ് UDFന്റെ ജില്ലാ കൺവീനർ അടക്കം ഒരു പരാതിയായി ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ കുടുംബശ്രീയുടെ യോഗങ്ങളിൽ കയറി തോമസ് ഐസക് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട്, കുടുംബശ്രീയെ പ്രചാരണ ആയുധമാക്കുകയാണ് തോമസ് ഐസക് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ചാണ് തോമസ് ഐസക്കിന് ഒരു നോട്ടീസ് ഏതാണ്ട് ഒരാഴ്ച മുൻപ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിനൊരു വിശദീകരണവും തോമസ് ഐസക് നൽകിയിരുന്നു. താൻ അങ്ങനെ കുടുംബശ്രീയുടെ പരിപാടികളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല, പക്ഷേ കുടുംബശ്രീ പ്രവർത്തകരെ കണ്ടപ്പോൾ അവിടെ കയറി അവരോട് സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ഒരു വിശദീകരണം. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന കണ്ടെത്തലും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഒരു താക്കീത്, ആദ്യഘട്ടത്തിൽ ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. എന്തായാലും തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താക്കീത് എന്നതിൽ ഒതുങ്ങി എന്നത് അവർക്ക് ആശ്വാസകരമാണ്. പക്ഷേ UDF ഇത് ജില്ലയിൽ തന്നെ വലിയ പ്രചാരണായുധമാക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയാണ് UDFന്റെ പരാതി.